സാറ് ഈ ശ്ലോകത്തിൽ ഒരൊറ്റ വാക്കിന് മാത്രമേ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അതുമാത്രമായിടേണം. അത് എന്ന വാക്കുകൊണ്ട് വേദാന്തത്തിൽ എപ്പോഴും ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് തത് എന്ന് സംസ്കൃതത്തിൽ പറയും. തത് ത്വം അസി, തത്വമസി, നീ അതാണ്, യു ആർ ദാറ്റ്. അത് എന്നുള്ളത് എപ്പോഴും ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. കാരണം അത് തൽക്കാലം നമ്മുടെ അനുഭവ മണ്ഡലത്തിലില്ല. നമ്മുടെ ലക്ഷ്യമായി അത് വർത്തിക്കുന്നത് കൊണ്ട് അതിനെ വിദൂരതയിലുള്ള ഒന്നെന്ന പോലെ അത് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അത് നമ്മിൽ നിന്ന് അന്യമല്ല, അത് ഞാൻ തന്നെ എന്നറിയുന്നതാണ് ആത്മജ്ഞാനം. തത് ത്വം അസി എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ ഗുരു ശിഷ്യനെ നോക്കി കുഞ്ഞെ നീ അതാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ആത്മാവാണ് എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. അത് എന്ന് പറഞ്ഞതുകൊണ്ട് അത് വിദൂരമായ ഒന്നാണ് എന്ന് വിചാരിക്കരുത്. അതിനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് ഞാനാണ് എന്നാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ അകൽച്ച അവിടെ അവശേഷിക്കുന്നില്ല. അത് ഞാനാണ്, അത് ഞാനാണെങ്കിൽ എങ്ങനെ അത് എന്നിൽ നിന്ന് അകന്ന ഒന്നായിരിക്കും? സാധ്യമല്ല. ഇപ്പം നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ആത്മാവ്, ബ്രഹ്മം എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയാത്തത് കൊണ്ട് അത് ദൂരെയുള്ള ഒന്നെന്ന പോലെ ഉപനിഷത്തുകൾ ഉപദേശിക്കുന്നു. പക്ഷേ അതിനെ അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഞാൻ അതാണെന്നാണ് അനുഭവിക്കുന്നത്. ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി. ഇപ്പം അത് എന്നുള്ള ഭാവം പോയി. ഞാൻ അതാണ് എന്ന് പറഞ്ഞാൽ എനിക്കും അതിനും ഒരു വ്യത്യാസവുമില്ല. അപ്പം അത് വളരെ അടുത്ത് വന്നു കഴിഞ്ഞു. അത് ഞാനെന്ന ഭാവത്തിൻ്റെയും അധിഷ്ഠാനമായി വർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒന്ന് എങ്ങനെ ദൂരത്തുള്ള ഒന്നായിരിക്കും? ഞാനതാണ്. ഇതാണ് ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾ അനുഭവിക്കുന്നത്. ഇപ്പം അതുമാത്രമായിടേണം. അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ബ്രഹ്മം മാത്രമായി ബാക്കി നിൽക്കണം. അതിന് ബാലകൃഷ്ണൻ നായർ സാർ നൽകുന്ന വ്യാഖ്യാനം വായിക്കാം. ലോകത്തിൽ എവിടെ ആർക്ക് എന്തനുഭവം ഉണ്ടായാലും അത് അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥം, അറിയുന്നവൻ എന്ന് മൂന്നായി പിരിയുന്ന ത്രിപുടിയിൽ ഒതുങ്ങുന്നു. ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ, ഭൂലോകത്തിൽ നിന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലും എവിടെ ആര് എന്തനുഭവിച്ചാലും ആ അനുഭവത്തെ 3 ഘടകങ്ങളിൽ നമുക്ക് ഒതുക്കാം. ആദ്യത്തേത് അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥം. മൂന്നാമത് അറിയുന്നവൻ. അറിയുന്നവനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ഓരോ ശരീരത്തിലും പലതരം അനുഭവങ്ങൾക്ക് സാക്ഷിയായി ഒരു ഞാൻ ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഞാൻ എന്ന ഒരനുഭവമുണ്ട്. ഇതെന്താണെന്നാണ് നമുക്ക് പിടികിട്ടാത്തത്. ഇപ്പോൾ നിങ്ങൾ ആരെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചാൽ ഇതിലറിയാൻ എന്തിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ആൾക്കാർ. ഞാനിനെ കുറിച്ച് എന്താണ് അറിയാനിരിക്കുന്നത്? ഞാൻ ഇന്നാരുടെ മകനോ മകളോ ആണ്, ഞാൻ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ്, എനിക്ക് ഇത്ര വയസ്സായി, കല്യാണം കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇന്നതാണ്, പുരുഷനാണെങ്കിൽ ഇവൾ എൻ്റെ ഭാര്യയാണ്, ഇവർക്ക് സന്താനങ്ങളുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളാണ്. ഇങ്ങനെ പോകുന്ന മനുഷ്യൻ്റെ വിചാരം. ഈ ഞാനെന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? അതിനെക്കുറിച്ച് അറിയാൻ എന്തിരിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ഞാനിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചില നേരങ്ങളിൽ ഈ ഞാനിനെ കാണുവാനില്ല, ചില സമയങ്ങളിൽ ഈ ഞാൻ എന്നുള്ള ഭാവമുണ്ട്. ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന ഈ ഞാൻ ആരാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഞാൻ എന്ന വ്യക്തിബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ഞാനൊരു വ്യക്തിയാണ്
എന്ന ഒരു വിചാരമുണ്ട്. സുഷുപ്തിയിൽ ആ വ്യക്തിബോധം എവിടെ? സ്വയം മറന്നാണല്ലോ ഉറങ്ങുന്നത്. ഞാൻ ഉറങ്ങുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആർക്കും ഉറങ്ങാൻ സാധ്യമല്ല. ഞാൻ ഉറങ്ങുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അയാൾ ഉറങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം ഉറക്കത്തെ അറിഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നു എന്ന് പോലും അറിയാതെ കഴിയുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഉറക്കത്തിൽ എനിക്ക് എന്ത് സംഭവിക്കുന്നു അറിയില്ല. അല്ല, അത് ഞാൻ ഉറങ്ങിപ്പോയി, അതിലിപ്പോൾ എന്താ ഇത്ര ആശ്ചര്യം, ഇതിനെക്കുറിച്ച് എന്താ ഇത്ര അറിയാനുള്ളത്? അല്ല, അങ്ങനെ പറഞ്ഞ് ഒഴിയരുത്. ഈ ഞാനെന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ട്. പക്ഷെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഞാൻ എവിടെ പോയി മറയുന്നു? അല്ല, അത് ഞാൻ ഉറങ്ങുന്നു എന്നുള്ളത് സമ്മതിക്കാം. നിങ്ങൾ ഉറങ്ങുന്നു. ഈ ഉറക്കത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ഞാനിന് എന്ത് സംഭവിക്കുന്നു? ആ ചോദ്യത്തിന് കൂടെ മറുപടി പറയണം. അതെവിടെ പോയി? അതെങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? അത് തൻ്റെ കാരണമായ ആത്മാവിൽ ലയിച്ചുപോയി. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ആത്മാവിൽ നിന്ന് പൊന്തിയ ഒരു ഭ്രമമാണ് ഓരോ ഞാനും. ആ ഞാൻ ഭാവം ആ ജീവൻ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ കാരണമായ ആത്മതത്വത്തിൽ ലയിച്ചു ചേരുന്നു. അപ്പോൾ ഞാനിനെ വേറിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ ഞാൻ എന്നുള്ള ഭാവം ഇല്ല, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം ഈ ഉറങ്ങി എഴുന്നേറ്റവരോട് നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഒന്നുകൂടെ പറയാൻ ഞാൻ ആ ചോദ്യം. നിങ്ങളുടെ ഉറക്കത്തിൽ, അതായത് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ ഉറക്കത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഉണ്ടെന്നോ ഇല്ലെന്നോ? കുറച്ച് പേര് പറയും ഉണ്ടായിരുന്നു, കുറച്ച് പേര് പറയും ഇല്ലായിരുന്നു, വേറെ കുറച്ച് പേര് പറയും ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടെന്ന് അറിയാൻ പറ്റാതെ ഇരുന്നു. പല ഉത്തരങ്ങൾ വരും. ഉറക്കം എന്ന് പറയുന്നത് ഒരു അനുഭവമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഉറങ്ങുന്നവൻ ഉറക്കത്തിലില്ലെങ്കിൽ പിന്നെ ഉറങ്ങിയവനാര്? ഉറക്കം എന്ന് പറയുന്നത് ഗംഭീരമായ അനുഭവമാണ്. ഒന്നും അറിയാത്ത ഒരവസ്ഥ, തന്നെ പോലും മറന്ന സ്ഥിതി, അതാണ് ഉറക്കം. തന്നെ താൻ മറന്നിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല എന്നായിരിക്കും നിങ്ങൾ പറയുക. ഉറങ്ങിയവൻ അവിടെയുണ്ട്. ഉറക്കം എന്നുള്ള അനുഭവത്തിന് സാക്ഷിയായി ഒരാൾ അവിടെ ഉണ്ടാവണം. അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഉറക്കത്തിനും സാക്ഷിയാണ് ആത്മാവ്. ജീവൻ ജാഗ്രത്തിനും സ്വപ്നത്തിനും മാത്രമാണ് സാക്ഷി. ഉറക്കത്തിൽ ജീവഭാവം പോലും ലയിച്ചില്ലാതാവുന്നു. ജീവൻ്റെ തിരോധാനത്തിനും സാക്ഷ്യം വഹിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവ് ഉറക്കത്തിൽ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ ആത്മാവായി മാറുന്നു, അല്ലെങ്കിൽ ആത്മാവായി ലയിച്ച് അതായി സ്ഥിതി ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്തെന്നില്ലാത്ത സുഖം അനുഭവപ്പെടുന്നത്. അപ്പോൾ ആത്മാവുമായി ചേർന്ന് നിന്നാൽ സുഖാനുഭവം. ആത്മാവിൽ നിന്ന് പ്രത്യേകമായാൽ, വേറിട്ട് വന്നാൽ അപ്പോൾ ദുഃഖം തുടങ്ങും. ഉണർന്നെഴുന്നേൽക്കുന്നതോടുകൂടി ജീവൻ്റെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പഴയതുപോലെ കടന്നു വരുന്നു. ഉറക്കത്തിൽ ഒന്നുമില്ല എന്ന് വെച്ച് നമുക്ക് എപ്പോഴും ഉറങ്ങാൻ പറ്റുമോ? എത്ര നേരം എന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറ്റും? നമുക്ക് ഒരുപാട് ജോലികളില്ലേ? വീട്ടു ജോലിയും ഓഫീസ് ജോലിയും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് 24 മണിക്കൂർ ഉറങ്ങാൻ സാധ്യമല്ല. അപ്പോൾ ഈ ആത്മാവ് സുഖസ്വരൂപമാണ് എന്ന സത്യം ഉൾക്കൊള്ളുക. ഉറക്കത്തിൽ നമ്മുടെ ജീവഭാവം ആത്മാവിൽ ലയിച്ചു ചേരുന്നു. അപ്പോൾ ആത്മസുഖം നമുക്ക് അനുഭവപ്പെടുന്നു. വീണ്ടും ഉണർന്നു വരുമ്പോൾ
ഈ ഞാൻ എന്നുള്ളത് ആത്മാവിൽ നിന്ന് പ്രത്യേകമായി വേറിട്ട് പൊന്തി വരുന്നു. അതോടുകൂടെ ദുഃഖം തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ആത്മഭാവത്തിൽ നിലയുറപ്പിക്കുകയല്ലാതെ ആനന്ദ ജീവിതത്തിന് വേറെ മാർഗമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ദ്വൈത അനുഭവത്തിലുണ്ട്. അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ്. ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. പുടം എന്ന് പറഞ്ഞാൽ മടക്ക് എന്നാണ് അർത്ഥം. പേപ്പറൊക്കെ നമ്മൾ മടക്കാറില്ല. ആ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനെ ആദ്യം നീളത്തിൽ മടക്കാം, പിന്നെ അതിനെ വീണ്ടും കുറുകെ മടക്കാം. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമുക്ക് മടക്കാം. ഈ മടക്ക് എന്നുള്ള അർത്ഥത്തിലാണ് പുടം എന്ന വാക്ക് സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത്. അപ്പോൾ ത്രിപുടി എന്ന് പറഞ്ഞാൽ 3ൻ്റെ അനുഭവം എന്നർത്ഥം. 3 കൂട്ടങ്ങളുണ്ടാവും. അറിയുന്ന ഞാനുണ്ടാവും, എന്നാൽ അറിയപ്പെടുന്ന മറ്റൊന്നുണ്ടാവും, അതിനെക്കുറിച്ചുള്ള അറിവും ഉണ്ടാവും. ഇങ്ങനെ 3 എണ്ണം. ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഈ ത്രിപുടി ബോധത്തിൻ്റെ തന്നെ 3 പുടങ്ങൾ അഥവാ മടക്കുകളാണെന്ന് കാണാൻ കഴിയും. തന്നെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരാൾക്ക്, തൻ്റെ അനുഭവങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരാൾക്ക് ഈ 3ഉം ബോധത്തിൻ്റെ മടക്കുകളാണ്. ഒരേ ബോധം 3ആയി പിരിഞ്ഞതുപോലെ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അറിയുന്ന ഞാൻ, അറിയപ്പെടുന്നത് എന്നിൽ നിന്നും അന്യമല്ലേ? അറിയപ്പെടുന്നവയൊക്കെ ഞാനല്ലല്ലോ. ഞാനൊരു മരത്തിനെ അറിയുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷിയെയോ ഒരു മൃഗത്തെയോ അറിയുന്നു. അത് ഞാനല്ലല്ലോ, അത് എന്നിൽ നിന്ന് വേറിട്ടതാണല്ലോ എന്നായിരിക്കും നമ്മൾ പറയുക. നിങ്ങൾ അതിനെ അറിയുമ്പോൾ നിങ്ങൾ അറിയുന്നത് കൊണ്ടാണ് അത് ഉള്ളതായിത്തീരുന്നത്. ഉള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് കൊണ്ട് ഒന്ന് ഉള്ളതായിത്തീരുന്നുവോ? ഈ കാര്യം ആദ്യം തീരുമാനിക്കണം. ഒന്നിനെ അതുള്ളത് കൊണ്ടാണോ നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് കൊണ്ട് അതുള്ളതാവുന്നുവോ? നല്ല പോലെ ആലോചിക്കണം. സമാധാനമായി വീട്ടിൽ ചെന്നിരുന്ന് ആലോചിക്കുക. ജാഗ്രത അവസ്ഥയിൽ ധാരാളം വസ്തുക്കളെയും വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട്. സചേതനങ്ങളും അചേതനങ്ങളുമായ അനേകം കാഴ്ചകൾ നമ്മുടെ അനുഭവ മണ്ഡലത്തിലുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ അറിയുന്നത് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാദം തെറ്റാണെന്ന് യുക്തിയുക്തം സമർത്ഥിക്കാം. ഇവയൊക്കെ നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഈ ലോകം അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ലോകത്തിന് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഉണർന്നിരിക്കുന്നവർ ലോകത്തെ അനുഭവിക്കുന്നില്ലേ? പക്ഷെ നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങളുടെ ലോകാനുഭവം നഷ്ടമാകുന്നു. നിങ്ങളെ സംബന്ധിച്ച് ലോകമില്ല. അപ്പോൾ ഈ ലോകത്തുള്ള സകലരും ഒരുമിച്ചുറങ്ങിയാൽ ആർക്ക് ലോകമുണ്ട്? അങ്ങനെയൊന്നും ഒരുമിച്ചുറങ്ങാൻ പറ്റില്ല. ഒരുമിച്ചുറങ്ങി എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. പ്രപഞ്ചത്തിലുള്ള സകല ജീവന്മാരും ഉറക്കത്തിലേക്ക് പോയി. ഈ പ്രപഞ്ചമുണ്ടെന്ന് ആരറിയും? അപ്പോൾ അറിയുന്നത് കൊണ്ടാണ് ഒന്ന് ഉള്ളതാവുന്നത്. അറിയാൻ ഒരുവൻ ഉണ്ടാവണം. ആ ഒരുവൻ ഉറുമ്പോ ഈച്ചയോ പക്ഷിയോ മൃഗമോ ദേവനോ ഗന്ധർവനോ ആരെങ്കിലും ആയിക്കോട്ടെ, അയാളുടെ ഉള്ളിലെ ബോധം ഒന്നിനെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ആ വസ്തു അയാൾക്കുണ്ട്. അതിനെ അറിയാൻ തയ്യാറാകാത്തവർക്ക് ഇല്ല. ഒരു മുറിയിൽ 100 പേരുണ്ടെന്ന് വിചാരിക്കുക. 99 പേരും ഗാഠനിദ്രയിൽ പ്രവേശിക്കുന്നു. 99 ആൾക്കാരുടെയും പ്രപഞ്ചാനുഭവം നഷ്ടമായി. ഒരാൾ ഉണർന്നിരിക്കുന്നു, അയാൾ പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആരുടെ അനുഭവമാണ് ശരി? 99 പേർ പ്രപഞ്ചം
പ്രപഞ്ചത്തെ മറന്ന് ഉറങ്ങുകയാണ്. ഒരാൾ ഉണർന്നിരിക്കുന്നു, അയാൾക്ക് മാത്രം പ്രപഞ്ചാനുഭവമുണ്ട്. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. ഇവിടെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് വോട്ടിട്ടിട്ടാണ്, എലക്ഷൻ നടത്തിയിട്ടാണ്. ഇപ്പോൾ വോട്ടിട്ടാൽ ഈ 99 പേരും പറയും ഞങ്ങൾ പ്രപഞ്ചത്തെ അനുഭവിച്ചേയില്ല. ഉണർന്നിരിക്കുന്ന ഒരാൾ പറയും നിങ്ങൾ ഉറങ്ങിയത് കൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ അനുഭവിച്ചില്ല, ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു, ഞാൻ വ്യക്തമായി പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരുന്നു. 99 വോട്ട് ഇല്ല എന്നുള്ള അനുഭവത്തിനാണ്. ഉണ്ട് എന്ന് അനുഭവിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം ആർക്കാണ്? 99 പേർക്ക്. അപ്പോൾ പ്രപഞ്ചം മിഥ്യ എന്ന് സമ്മതിക്കേണ്ടി വരും. ഇപ്പോൾ ഒന്നിനെ സത്യമാണോ മിഥ്യയാണോ എന്ന് തീരുമാനിക്കുന്നത് വോട്ടിങ്ങിലൂടെയല്ല. ശാസ്ത്രമാണ് ഒന്നിനെ സത്യമാണോ മിഥ്യയാണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ അനുഭവം അതൊരു പ്രമാണമേ അല്ല. ഇപ്പോൾ ഈ 100 പേരിൽ 99 പേര് ഉറങ്ങിയത് കൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ പ്രപഞ്ചത്തെ അനുഭവിച്ചില്ല, ഉണർന്നിരുന്ന ഒരാൾ മാത്രമാണ് അനുഭവിച്ചത്. നേരെ തിരിച്ചാണെങ്കിലോ 99 പേര് ഉണർന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരാൾ മാത്രം ഉറങ്ങി. അപ്പോൾ 99 പേര് പറയും പ്രപഞ്ചമുണ്ട്, സത്യമാണ്, ഞങ്ങൾ അനുഭവിച്ചു. ഉറങ്ങിയ ഒരാൾ പറയുന്നു ഞാൻ പ്രപഞ്ചത്തെ അനുഭവിച്ചില്ല. ഇപ്പോൾ 99 പേര് പറയുന്നത് ശരിയായില്ലേ? സത്യത്തെ ഇങ്ങനെ ജനാധിപത്യ രീതിയിലല്ല തീരുമാനിക്കേണ്ടത്, വോട്ടിട്ടിട്ടല്ല തീരുമാനിക്കേണ്ടത്. സത്യത്തെ തീരുമാനിക്കാൻ ശാസ്ത്രങ്ങൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം സത്യം തീരുമാനിക്കപ്പെടാൻ. എന്താണ് ആ മാനദണ്ഡം? ഒരിക്കലും മാറ്റമില്ലാതെ ഒരുപോലെ സ്ഥിതി ചെയ്യുന്നതേതോ അത് സത്യം, സദാ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മിഥ്യ. ഇതാണ് ശാസ്ത്രങ്ങളുടെ മാനദണ്ഡം. ഏതാണോ നിരന്തരം പരിവർത്തനത്തിന് വിധേയമാവുന്നത് അത് കള്ളം, മാറി മറിയുന്നത്, സദാ മാറിക്കൊണ്ടിരിക്കുന്നത് അത് കള്ളം, മാറ്റമില്ലാത്തത് സത്യം. ഈ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്ത എന്തെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഒരു മാറ്റവും അതിൽ സംഭവിക്കുന്നില്ല. ബാഹ്യലോകത്ത് അങ്ങനെ എന്തിനെങ്കിലും ഒന്നിനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, എന്തിന് നമ്മുടെ ശരീരം പോലും സദാ പരിവർത്തനത്തിന് വിധേയമാണ്. അപ്പോൾ പുറം ലോകത്ത് മാറ്റമില്ലാത്ത ഒന്നിനെ ആർക്കും കണ്ടെത്താൻ സാധ്യമല്ല. ഇനി ഉൾത്തലത്തിലേക്ക് തിരിഞ്ഞാലോ, മനസ്സ് അത് സ്ഥിരമാണോ? മനസ്സിനെ പോലെ ഇത്രയും ചഞ്ചലമായ മറ്റൊന്നും തന്നെയില്ല, സദാ ഇളകിക്കൊണ്ടിരിക്കുന്നു. പ്രാണൻ അത് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധി അതിന് മാറ്റം സംഭവിക്കുന്നു. ഇനി മാറ്റം സംഭവിക്കാത്തപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഇവയെല്ലാം ലയിച്ചു പോകുന്നു. ഈ ലയിച്ചു പോകുന്നതും ഒരു തരത്തിലുള്ള മാറ്റമാണ്. വീണ്ടും പൊന്തി വരുന്നതും വേറൊരു മാറ്റമാണ്. എപ്പോഴും ഒരുപോലെ യാതൊരു രീതിയിലും ബാധിക്കപ്പെടാതെ സ്ഥിതി ചെയ്യുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് തൽക്കാലം നമ്മുടെ അനുഭവത്തിലില്ല. പക്ഷേ ഋഷിമാർ പറയുന്നു അങ്ങനെ ഒന്നുണ്ട്. അചഞ്ചലമായ, സ്ഥിരമായ, ഒരു പരിവർത്തനത്തിനും വിധേയമാകാത്ത ഒന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനെയാണ് അഖണ്ഡബോധം, ബ്രഹ്മം എന്ന പേര് പറഞ്ഞ് അവർ വിളിച്ചത്. അതുമാത്രമേ യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളൂ. സദാ പരിണമിക്കുന്ന ശരീരങ്ങളും ബാഹ്യപദാർത്ഥങ്ങളും ലോകങ്ങളും എല്ലാം തന്നെ ആ ബോധത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ മാത്രമാണ്. ഇത് വെറുതെ സ്വപ്നം പോലെ തോന്നുന്നു. നമുക്കൊരു വിചാരമുണ്ട് ഉറങ്ങിയാൽ മാത്രമേ സ്വപ്നം കാണാൻ പറ്റുമെന്ന്. ആര് പറഞ്ഞു? ദിവാസ്വപ്നം എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? മനോരാജ്യം. നമ്മൾ ഉണർന്നിരിക്കവേ തന്നെ കണ്ണടച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളെ നമ്മുടെ മനസ്സലത്തിൽ ഇങ്ങനെ ഭാവന ചെയ്യുന്നു. ഓരോ സ്ഥലത്ത് പോകുന്നതായും ഓരോരുത്തരെ കാണുന്നതായും നമുക്ക് ഇഷ്ടമുള്ള പലതിനെയും നമ്മൾ ഉറങ്ങാതെ
ഉണർവിൽ തന്നെ ഭാവന ചെയ്ത് രസിക്കാറുണ്ട്. അപ്പോൾ ദൃശ്യങ്ങളെ അനുഭവിക്കാൻ മാംസചക്ഷുസ്സുകൾ തന്നെ വേണമെന്നില്ല. കണ്ണടച്ച് രണ്ട് കണ്ണുകളും അടച്ചിട്ട് മനസ്സിലിങ്ങനെ ഓരോന്നിനെ ഭാവന ചെയ്താൽ എന്തൊക്കെ ദൃശ്യങ്ങളാണ് ഉള്ളിൽ പൊന്തി മറയുന്നത്. ആ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും വാസ്തവമാണോ? അതൊക്കെ വെറുതെ മനസ്ഥലത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്വപ്നമാണ് ഈ ലോകം, ഈ ജഗത്ത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് സധീരം പ്രഖ്യാപിച്ചത്. ചുമ്മാതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ സ്വാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. പ്രപഞ്ചം വളരെ വ്യക്തമായി പലരാലും അനുഭവിക്കപ്പെടുന്ന ഒന്നാണെങ്കിലും ഇത് മിഥ്യ തന്നെ. ഒന്നുറങ്ങിയാൽ ഇല്ലാതായി പോകുന്നതിനെ നമ്മൾ എന്തിന് സത്യമാണെന്ന് കരുതണം? ഒരുറക്കം കൊണ്ട് തുടച്ചു മാറ്റപ്പെടുന്നതാണ് ഈ ബാഹ്യലോകം. അതിനെ സ്ഥിരമായ ഒന്നായി നമ്മൾ എന്തിനു കരുതണം? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നു. ഉറക്കത്തിന് മുമ്പ് ഈ ലോകമുണ്ട്. ഉറങ്ങുമ്പോൾ മാത്രമാണ് ലോകാനുഭവം ഇല്ലാത്തത്. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെയും ഉണ്ട്. അതുകൊണ്ട് ഈ ലോകം സത്യം. അത് കഴമ്പില്ലാത്ത വാദമാണ്. അതിലൊരു കഴമ്പുമില്ല. സത്യമാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും അത് നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാവണം. ഈ പ്രപഞ്ചം നമ്മുടെ ഉറക്കത്തിലില്ലല്ലോ. ഉറക്കത്തിന് മുമ്പുമുണ്ട്, ഉറക്കത്തിന് ശേഷവുമുണ്ട്. പക്ഷെ ഉറക്കത്തിലില്ലല്ലോ സുഹൃത്തെ, ഇടയ്ക്ക് അത് ബ്രേക്കായി പോവുകയാണല്ലോ. അതുകൊണ്ട് അതില്ലാത്തത് തന്നെ എന്ന് തീരുമാനിക്കണം. സത്യം 3 കാലത്തിലും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിലും ഏത് നമ്മുടെ അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കുന്നുണ്ടോ അതുമാത്രമാണ് സത്യം. മറ്റുള്ളതെല്ലാം മിഥ്യ. മിഥ്യയെ സത്യമെന്ന് കരുതുന്നു. അത് മനുഷ്യരുടെ അജ്ഞത കൊണ്ടാണ്. സത്യത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞത എന്ന് പറയുന്നത്. ഉള്ളതിനെ ഉള്ളതുപോലെ അറിയാതിരിക്കുമ്പോൾ ഇല്ലാത്തത് പലതും ഉള്ളതുപോലെ തോന്നും. ഇതല്ലേ ലോകത്ത് സംഭവിക്കുന്നത്? ഉള്ള ഒന്നിനെ ഉള്ളതുപോലെ നമുക്ക് അനുഭവിക്കാൻ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത പലതും ഉള്ളതുപോലെ തോന്നും. ഇതാണ് പ്രപഞ്ച നിയമം. ഈ ലോകവും അങ്ങനെ തന്നെ. ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാത്തവർക്ക് ഈ പ്രപഞ്ചം സത്യമായി അനുഭവപ്പെടും. ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾക്ക് ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് നല്ല ഉറപ്പുണ്ട്. ഇപ്പം നമ്മൾ ആത്മജ്ഞാനം നേടാത്തത് കൊണ്ട് ഇതൊക്കെ വാസ്തവമാണ്, സത്യമാണ് എന്ന് കരുതി ജീവിക്കുന്നു. സത്യദർശനം നേടും. സത്യദർശനത്തിന് ശേഷവും ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ സത്യമായി തന്നെ അംഗീകരിച്ചോളൂ. സത്യത്തെ നമ്മൾ കാണുന്നില്ല. മിഥ്യയിൽ ജനിച്ച് മിഥ്യയിൽ ജീവിച്ച് മിഥ്യയിൽ മരിച്ചു പോകുന്നു ജീവന്മാർ. അവർ ഒരിക്കലും പരമാത്മതത്വത്തെ വേണ്ടവണ്ണം അറിയുന്നില്ല. അപ്പോൾ ഈ ത്രിപുടി എന്ന് പറയുന്നത് ബോധത്തിൻ്റെ തന്നെ 3 പുടങ്ങൾ, 3 പുടങ്ങളോട് കൂടിയത്. 3 പുടങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ത്രിപുടി. പുടം എന്നുള്ള വാക്കിന് മടക്ക് എന്നാണ് അർത്ഥം. ത്രിപുടി എന്ന പദത്തിന് തന്നെ ബോധത്തിൻ്റെ 3 പുടങ്ങൾ എന്നാണ് താത്പര്യം. താത്പര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒരു കടലാസ് 3ആയി മടക്കിയാൽ അതിന് 3 വിഭാഗങ്ങൾ വന്നതായി തോന്നും. 3ആയിട്ടോ 4ആയിട്ടോ എത്ര വേണമെങ്കിലും മടക്കാം. ഇപ്പോൾ ഒരു കടലാസായിരുന്നതിനെ നമ്മൾ 3ആയിട്ട് മടക്കി. ഇപ്പോൾ അതിൽ 3 മടക്കുകളുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും ആ കടലാസ് ഒന്ന് തന്നെയാണ് അല്ലേ? കടലാസിന് നമ്മൾ 4ഓ 5ഓ ഒക്കെ ആയി മടക്കി പോക്കറ്റിൽ ഇട്ടാലും ആ പേപ്പർ എന്ന് പറയുന്നത് ഒന്നല്ലേ? അതുപോലെ ഒരേ ആത്മാവ് തന്നെയാണ് അറിയുന്ന ജീവനായും അറിയപ്പെടുന്ന പ്രപഞ്ചമായും പ്രപഞ്ച
ജ്ഞാനമായും. ഇങ്ങനെ അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ്, ഈ മൂന്നായും പ്രകടമാകുന്നത് ഒരേ ആത്മതത്വമാണ്. ഒരു കടലാസ് മൂന്നായി മടക്കിയാൽ അതിന് 3 വിഭാഗങ്ങൾ വന്നതായി തോന്നും. പക്ഷേ വിഭാഗങ്ങൾ 3ഉം ഒരേ വസ്തു തന്നെ എന്നറിയാൻ പ്രയാസമില്ലല്ലോ. പേപ്പറിനെ നമ്മൾ കീറിയിട്ടില്ല, 3 കഷണങ്ങളാക്കിയിട്ടില്ല, 3ആയി മടക്കി പോക്കറ്റിലിട്ടു. അതിനെ വീണ്ടും നിവർത്തിയാൽ പഴയതുപോലെ ഒറ്റ കടലാസ്. മടങ്ങിയിരുന്നാലും കടലാസ് ഒന്ന് തന്നെയല്ലേ. അതുപോലെ 3 ഭാവങ്ങളിൽ ആത്മാവ് പ്രകാശിക്കുന്നു. പക്ഷേ അപ്പോഴും അത് ഏകമായ ആത്മതത്വം തന്നെയാണ്. കടലാസില്ലെങ്കിൽ മടക്കുകളില്ല. കടലാസ് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മടക്കാൻ പറ്റുന്നത്. കടലാസ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെ മടക്കാം? ആകാശത്തെ മടക്കാൻ പറ്റുമോ? വായുവിനെ മടക്കാൻ പറ്റുമോ? ജലത്തെ മടക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ മടക്കണമെങ്കിൽ ഒരു വസ്തു വേണം, 3ആയി പിരിയാൻ ഒരു വസ്തു വേണം. അതാണ് ബ്രഹ്മം. ആ ഒന്നുള്ളത് കൊണ്ടാണ് 3ൻ്റെ അനുഭവങ്ങൾ സാധ്യമാകുന്നത്. കടലാസില്ലെങ്കിൽ വിഭാഗങ്ങളില്ല എന്ന് പറഞ്ഞാൽ മടക്കുകളില്ല. അതുകൊണ്ട് വിഭാഗങ്ങളെല്ലാം കടലാസ് തന്നെ. ഈ മടക്കുകളെല്ലാം വാസ്തവത്തിൽ കടലാസ് തന്നെ. കടലാസിനെ മടക്കിയത് കൊണ്ട് 3ഓ 4ഓ ആയി മടക്കിയത് കൊണ്ട് കടലാസ് പലതാവുന്നില്ല. അതിൻ്റെ 1 എന്ന അവസ്ഥയ്ക്ക് ഒരു കോട്ടവും തട്ടുന്നില്ല. അത് ഒന്നായിരിക്കവേ 3 മടക്കുകളോടുകൂടി കാണപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെയും സ്ഥിതി. അതുപോലെ ബോധമില്ലെങ്കിൽ ത്രിപുടിയില്ല. അതുകൊണ്ട് ത്രിപുടി മുഴുവൻ ബോധം തന്നെയെന്ന് യുക്തി കൊണ്ട് തന്നെ അറിയാം. യുക്തിയാണ്. മനുഷ്യ ബുദ്ധിയെ പണയം വയ്ക്കരുത്. ദൈവം നമുക്ക് കനിഞ്ഞു തന്ന ഒന്നാണ് ഈ വിവേകം അല്ലെങ്കിൽ ബുദ്ധി. ആ ബുദ്ധിയെ വിനിയോഗിച്ച് വേണം മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ. ബുദ്ധിയെ പണയപ്പെടുത്തരുത്. സൂക്ഷ്മമായി യുക്തിചിന്ത ചെയ്യുന്ന ഒരാൾക്ക് ഒന്നാണ് 3 രൂപങ്ങളിൽ കാണപ്പെടുന്നത് എന്നറിയാൻ പറ്റും. ആ ഒന്നിനെയാണ് ബോധം, ബ്രഹ്മം എന്നൊക്കെ ഉപനിഷത്തുകളും മഹർഷീശ്വരന്മാരും വിളിച്ചത്. ഇനിയും ഒരാൾ വിവിധ സങ്കല്പങ്ങളെ അകറ്റി നിർവികൽപ്പജ്ഞാനാനുഭവത്തെ സാക്ഷാത്കരിച്ചാൽ ആ അദ്വയാനുഭവത്തിൽ ത്രിപുടി പാടെ അസ്തമിക്കുന്നതായും കാണാം. ഇപ്പോൾ ത്രിപുടിയുടെ അനുഭവമുണ്ട്. നമ്മൾ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചാൽ എങ്ങനെയാണ് ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുക? സങ്കല്പങ്ങളെ നിരോധിക്കുക വഴി, സങ്കല്പങ്ങളെ ഉപശമിപ്പിക്കുക വഴി, മനസ്സിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുക വഴി നിർവികൽപ്പ ബോധാനുഭവത്തെ നേടാൻ കഴിയും. ആ ആത്മാവിനെ നാം വേണ്ടവണ്ണം സാക്ഷാത്കരിച്ചാൽ, നേരിട്ടറിഞ്ഞാൽ ആ അദ്വൈതാനുഭവത്തിൽ ഈ ത്രിപുടി പാടെ മറഞ്ഞു പോകുന്നതായി ആർക്കും അനുഭവിക്കാം. പിന്നെ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ബാക്കിയുണ്ടാവില്ല. ആ ഏകമായ ആത്മതത്വത്തെ നമുക്ക് ഇനിയും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ പലത് സത്യമെന്ന പോലെ തോന്നുന്നത്. ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ മനസ്സ് പലതിനെയും ഉണ്ടാക്കി കാണിക്കും. പല കാഴ്ചകളും ആ ഉറങ്ങിക്കിടക്കുന്നയാൾ കാണും. അതിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ അയാൾ ഉണർന്നെഴുന്നേറ്റാൽ എന്തെങ്കിലും ഉണ്ടോ? താൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും തിന്നതും തൊട്ടതും മണത്തതും എല്ലാം കള്ളമായിരുന്നു എന്ന് ഉണർന്നെഴുന്നേറ്റ് വരുന്നയാൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. അയാൾക്ക് സ്വപ്നം മിഥ്യയാണ് എന്നുള്ള കാര്യത്തിൽ ലവലേശം സംശയമില്ല. ഇതുപോലെ സത്യസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾക്ക് ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ നിസ്സംശയമായി പ്രഖ്യാപിക്കുകയാണ്. ഇത് പിടികിട്ടാത്ത അജ്ഞാനികൾ, അവരാണ് ഈ പ്രപഞ്ചം സത്യം 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 എന്ന് വിചാരിച്ച് കഴിയുന്നത്. അവർ ആത്മതത്വത്തെ വേണ്ടവണ്ണം അറിയുന്നില്ല.
ആ ഒന്ന് തന്നെയാണ് ഈ കാണുന്ന പലത് എന്നുള്ള അറിവാണ് ആത്മജ്ഞാനം, ഏകത്വ വിജ്ഞാനം, ആത്മസാക്ഷാത്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മനസ്സിലുദിക്കുന്ന സങ്കല്പങ്ങളെ അകറ്റി ആ നിർവികൽപ്പ ജ്ഞാനസ്ഥിതിയെ പ്രാപിച്ചാൽ ആ അദ്വൈതാനുഭവത്തിൽ ഈ ത്രിപുടി പാടെ അസ്തമിക്കുന്നത് ഒരാൾക്ക് വ്യക്തമായി അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ട സത്യമാണ്. ഈ അദ്വൈത ജ്ഞാനാനുഭവത്തെയാണ് വിരളത വിട്ട് വിളങ്ങും മഹത്താം അറിവായി ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത്. ഈ അദ്വയാനുഭവം മനസ്സ് പൂർണ്ണമായി ഒടുങ്ങി സങ്കല്പരഹിതമായി ഞാനെന്നുള്ള ഭാവവും അസ്തമിച്ച്, എന്നാൽ ഉറങ്ങാതെ, ഉറങ്ങിയാലും ഇതൊക്കെ സംഭവിക്കും കേട്ടോ. ഉറങ്ങിയാൽ ഞാനെന്നുള്ള ഭാവം നഷ്ടമാവും, പ്രപഞ്ചത്തെ നമ്മൾ അറിയാതാവും, അല്ലെങ്കിൽ ബോധം കെട്ട് വീണാലും മതി. ഇതങ്ങനെയുള്ളതല്ല. നാം പൂർണ്ണമായ ഉണർവിൽ വർത്തിക്കവേ തന്നെ പ്രപഞ്ചവും മനസ്സും സങ്കല്പങ്ങളും എല്ലാം ലയിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതിനെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ആ നിർവികൽപ്പ സമാധിയിൽ ആത്മാവ് മാത്രം പ്രകാശിക്കും. അതിനെ സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അതല്ലാതെ ഇവിടെ അണുപോലും പലതില്ല എന്ന അറിവ് പ്രകാശിക്കും. അയാൾക്കാണ് സംശയങ്ങളൊക്കെ തീരുന്നത്. നമുക്ക് ഇനിയും സംശയങ്ങൾ ബാക്കിയാണ്. ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അദ്ദേഹത്തെ ഏതൊക്കെ സാധനകളിലൂടെയാണ് സാക്ഷാത്കരിക്കാൻ പറ്റുക? ഓരോരുത്തരും ഓരോ തരം സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ മന്ത്രജപം, ചിലർ തീർത്ഥാടനം, ചിലർ വിഗ്രഹാരാധന, ചിലർ പ്രാണായാമം, യോഗ പ്രാക്ടീസ് ചെയ്യുന്നു ചിലർ. പക്ഷേ ഇവരാരും ദൈവത്തെ കണ്ടതായിട്ട് പറയുന്നില്ല. ഇതാണ് വളരെ പരിതാപകരമായ ഒരവസ്ഥ. ജനകോടികൾ അമ്പലങ്ങളിലേക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, അർച്ചനകൾ, വഴിപാടുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും ഞാൻ ദൈവത്തെ കണ്ടു എന്ന് നമ്മോട് പറയുന്നില്ല. പത്രങ്ങളിലും കാണുന്നില്ല, മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും അങ്ങനെ ആരും പറഞ്ഞതായി നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം എന്തുകൊണ്ട് ഇത്രയും ആളുകൾ ആധ്യാത്മിക സാധനകൾ ചെയ്തിട്ടും ആരും ഞാൻ ദൈവത്തെ കണ്ടു, എനിക്ക് ഈശ്വര ദർശനം ലഭിച്ചു എന്നെന്തുകൊണ്ട് ആരും പറയുന്നില്ല? കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുമായിരുന്നല്ലോ. ഇതാണ് നമ്മുടെ നരേന്ദ്രനെ വല്ലാതെ ആകർഷിച്ചത്. നരേന്ദ്രൻ്റെ മനസ്സിൽ ഈ ചോദ്യം വല്ലാത്ത ഒരു നൊമ്പരമുളവാക്കിക്കൊണ്ടിരുന്നു. നരേന്ദ്രൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ്റെ പൂർവാശ്രമത്തിലുള്ള പേരാണ് നരേന്ദ്രൻ. അദ്ദേഹം പലരോടും ചെന്ന് ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും തീർത്ഥയാത്രയ്ക്കും അമ്പലങ്ങളിലൊക്കെ പോകുന്നവരാണ്. പക്ഷേ അദ്ദേഹം ചോദിച്ച ആരും ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട് എന്ന മറുപടി നൽകിയില്ല. വളരെ നിരാശനായി. ചെറുപ്പക്കാരനാണ് അന്ന് നരേന്ദ്രൻ. ദൈവത്തെ കണ്ട ഒരാളെപ്പോലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേശവചന്ദ്രസൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ശ്രീരാമകൃഷ്ണദേവൻ എന്ന പേരിൽ ഒരാളുണ്ട്. കമാർപുക്കൂർ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം വസിക്കുന്നത്. അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കൂ, ഒരുപക്ഷെ നിൻ്റെ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വിവേകാനന്ദൻ, അന്ന് വിവേകാനന്ദനായിട്ടില്ല, നരേന്ദ്രനാണ്, നരേന്ദ്രൻ പോകുന്നത്. അകത്ത് ഒരു മുറിയിൽ ഒരു ചാരുകസാലയിൽ വിശ്രമിക്കുകയായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോൾ കാൽപ്പെരുമാറ്റം, നടന്നു വരുന്ന ആ ശബ്ദമുണ്ടല്ലോ, ആ കാലൊച്ച കേൾക്കാതെ അവിടെ വന്ന് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. ഇദ്ദേഹം അകത്ത് കയറിയിട്ട്
ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് ചോദിച്ചു, വരൂ നരേന്ദ്ര, നിന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത്. ആദ്യമായിട്ട് കാണുകയാണ് നരേന്ദ്രൻ ഗുരുദേവന്. അതുപോലെ ശ്രീരാമകൃഷ്ണദേവനും നരേന്ദ്രനെ ആദ്യമായിട്ട് കാണുകയാണ്. കൃത്യമായി പേര് പറഞ്ഞ് ഞാൻ നിന്നെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ധാളിച്ചു പോയി നരേന്ദ്രൻ. എല്ലാവരോടും ചോദിച്ച അതേ ചോദ്യം ശ്രീരാമകൃഷ്ണദേവനോടും ആവർത്തിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഒരു ഉൾക്കിടിലത്തോടു കൂടിയാണ് ചോദിച്ചത്. ഇദ്ദേഹവും കണ്ടിട്ടില്ല എന്നുള്ള മറുപടി തന്നാൽ ഞാനിനി എവിടെ ചെന്ന് ആരോട് ചോദിക്കും? പല ആളുകളോടും, പല ദാർശനികന്മാരോടും ചിന്തകന്മാരോടുമൊക്കെ ഈ ചോദ്യം നരേന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അവരാരും കണ്ടിട്ടുണ്ട് എന്നുള്ള മറുപടി നൽകിയിട്ടില്ല. കാണാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ സാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, താമസിയാതെ തന്നെ ഈശ്വര ദർശനം ലഭിക്കും എന്നുള്ള മറുപടിയൊക്കെയാണ് നൽകിയത്. കണ്ടിട്ടുണ്ട് എന്ന് തറപ്പിച്ച് ആരും പറയാത്തത് കൊണ്ട് വല്ലാത്ത ഒരു വിഷമത്തോടു കൂടിയാണ് ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തും അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത്. അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ശ്രീരാമകൃഷ്ണദേവൻ അതിന് നൽകിയ മറുപടി എന്തെന്നോ, കണ്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നരേന്ദ്രൻ്റെ മനസ്സാകെ ഒരു അമൃതവർഷത്തിൽ നനഞ്ഞതുപോലെയായി. എന്തൊന്നില്ലാത്ത സന്തോഷം. അദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ? കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അതിൽ പരം എന്ത് വേണം? അദ്ദേഹം പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊന്നും നരേന്ദ്രൻ അറിയില്ല. കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തി എന്തൊന്നില്ലാത്ത സന്തോഷം തോന്നി. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാളും വ്യക്തമായി ഈശ്വരനെ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ സന്തോഷമായി. നിനക്കും കാണാൻ കഴിയും കുഞ്ഞേ. നരേന്ദ്രൻ്റെ ആനന്ദത്തിന് അതിരുകളില്ലായിരുന്നു. എന്തെന്നില്ലാത്ത അപ്പം തന്നെ അദ്ദേഹത്തെ ഗുരുനാഥനായി മനസാ വരിച്ചു. പക്ഷേ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഗുരുവിനെ പല ഘട്ടങ്ങളിലും പരീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു നരേന്ദ്രൻ. ഒന്നിനെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം വിവേകാനന്ദ സ്വാമികൾക്കില്ലായിരുന്നു. എന്തിനേയും നിഷ്കർഷമായി വിമർശിച്ച് വേണ്ടവണ്ണം വിശകലനം ചെയ്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം ഒന്നിനെ അംഗീകരിക്കൂ. ആ ഒരു മനോഭാവം തന്നെയാണ് നമുക്കും വേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയല്ല വേണ്ടത്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള യുക്തികളുണ്ടോ? അദ്ദേഹം എങ്ങനെയാണ് സാക്ഷാത്കരിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹം കണ്ടെത്തിയ സത്യത്തെ താനും കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണമായി വിശ്വസിക്കാവൂ. അതുവരെ വിശ്വസിക്കരുത്. ഒരല്പം സംശയത്തിൻ്റെ ആനുകൂല്യം നൽകണം. 99% വിശ്വസിച്ചോളൂ നിങ്ങളുടെ ഗുരുനാഥന്. പക്ഷെ 1% അത് ഗുരുവിനെ അവിശ്വസിക്കുന്നത് തെറ്റല്ലേ, പാപമല്ലേ? അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രം 100% വിശ്വസിച്ചാൽ മതി. ആ 1% മാർജിൻ നൽകിയേക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നയാളാണ് നരേന്ദ്രൻ. അദ്ദേഹമാണ് ഭാവിയിൽ വിവേകാനന്ദ സ്വാമികളായി മാറിയത്. ഭാരതം കണ്ടിട്ടുള്ള സന്യാസിമാരിൽ, ജ്ഞാനികളിൽ അഗ്രഗണ്യൻ. ഭാരതത്തിൻ്റെ യശസ് ലോകരാഷ്ട്രങ്ങളിൽ എത്തിക്കാൻ സുപ്രധാനമായ ഒരു പങ്ക് വിവേകാനന്ദ സ്വാമികൾ വഹിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിക്കാഗോ അഡ്രസ്, വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലിജിയൻസ്, അവിടെ അദ്ദേഹം ഭാരത തത്വശാസ്ത്രത്തെ വളരെ ഭംഗിയായി ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പാശ്ചാത്യർ അറിഞ്ഞത്. അപ്പോൾ ഈ അദ്വൈതാനുഭവത്തെയാണ് വിരളത വിട്ട് വിളങ്ങും മഹത്താമറിവ് എന്ന് ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത്. അദ്വയമായ നിർവികൽപ്പജ്ഞാനം അനുഭവിച്ചറിഞ്ഞാൽ ത്രിപുടിമയമായ ജഗത്തിൻ്റെ ആദിമഹസ്സായി സർവത്ര അതുമാത്രമേ വസ്തുവായുള്ളൂ
എന്ന് ബോധ്യമാവും. അതിനെ കണ്ടെത്തുന്നവർക്ക് മാത്രമാണ് പ്രപഞ്ചം മിഥ്യയാണ്, അതുമാത്രമേ വാസ്തവത്തിലുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നത്. താനും അതുതന്നെ എന്ന് തെളിയും. എൻ്റെ ഉള്ളിലെ ഞാനായി പ്രകാശിക്കുന്നതും അതേ ആത്മതത്വം തന്നെ എന്നും അറിയാറാകും. ആ അനുഭവമാണ് അതിലമർന്ന് അതുമാത്രമാകൽ, അതിൽ അമർന്ന് അതുമാത്രമായിത്തീരൽ എന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരം, ആത്മാനുഭവത്തെയാണ് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് മോക്ഷം, പൂർണ്ണമായ ദുഃഖമോചനം. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഈ അറിവ് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. ത്രിപുടിയെയും അത് മുടിഞ്ഞു തെളിയുന്ന ആദിമഹസ്സിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ 14-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുക. അത് 14-ാമത്തെ ശ്ലോകം നമ്മൾ അതിൻ്റെ വ്യാഖ്യാനം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതോടുകൂടി അവസാനിക്കുന്നു. അറിവ്, അറിയപ്പെടുന്നത്, അറിയുന്നവൻ, ഇങ്ങനെ 3 വാസ്തവത്തിലില്ല. ഒരേ ബോധം തന്നെയാണ് ഈ 3 രൂപങ്ങളിൽ പ്രകടമാകുന്നത്. ഈ 3ൻ്റെ അനുഭവം കള്ളം. ഒന്ന് മാത്രമാണ് സത്യം. ആ ഒന്നായിരിക്കുന്ന സത്യത്തെ മനുഷ്യൻ കണ്ടെത്തണം. അതിനു വേണ്ടിയാണ് അവന് മനുഷ്യ ജന്മം നൽകപ്പെട്ടിട്ടുള്ളത്. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമായിരിക്കണം. അങ്ങനെ മുന്നേറുന്ന ഒരാൾ അതിവേഗം ആത്മാവിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. ആ ആത്മസാക്ഷാത്കാരം നേടാൻ ജഗദീശ്വരൻ നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.